ഇളമാരിത്തുള്ളിയേറ്റുവോ അത് ചെപ്പിക്കുള്ളിൽ വീണുവോ മഴവില്ലിൻ ചെരുവിലൂടെ നീ ആകാശപ്പടവിറങ്ങിയോ. ഹലോ, അപ്പോൾ കോളേജിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു കേട്ടോ, ചെയ്ത് തീർക്കാനായിട്ട്. ഒരുപാടെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ പോകുന്ന ആ ഒരു ഇതിലായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പിടച്ചടിച്ച് പോണതിൻ്റെ ഒരു ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏകദേശം വീടൊക്കെ ഫുൾ മെസ്സി ആക്കിയിട്ടിട്ടാണ് രാവിലെ പോവാറ്. എന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഇങ്ങനെ പട്ടിപ്പണി ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എന്തു പറയാനാ, രാവിലെ അത്രയും പെട്ടെന്ന് ഒറ്റൊന്ന് സ്ട്രെസ് ചെയ്ത് നമ്മൾ കാര്യം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ കാണാതാകുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം വലിച്ചു വാരിയിടും. അപ്പോൾ പിന്നെ വന്നിട്ട് വീണ്ടും ഒതുക്കലും പറക്കലും ഒക്കെയാണ്. പിന്നെ എനിക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലൊന്നും പറ്റത്തില്ല, എനിക്ക് ഫുൾ വൃത്തിയാക്കണം. എന്ന് വെച്ചാൽ ഞാൻ വലിച്ച് വാരിയിട്ടിട്ട് പോയതൊന്നും പോരാ. ഞാൻ ആദ്യമേ സോഫയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വന്ന ഉടനെ ഇതിപ്പോൾ ഞാൻ വന്ന ഉടനെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഞാൻ സോഫയും ദിവാങ്കോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ എന്തായിരുന്നു ബീൻ ബാഗ് അങ്ങനെ യൂസേജ് ഇല്ല, കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് സ്പേസ് തികയുന്നില്ല. അപ്പോഴത്തേക്ക് ബീൻ ബാഗ് കൂടുതലും നമ്മുടെ ദിവാങ്കോട്ടിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആളെണ്ണം കൂടുതലായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് സോഫയിലും ബീൻ ബാഗിലും ദിവാങ്കോട്ടിലൊക്കെ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടോ മേടിച്ചത്. ഇപ്പോൾ ബീൻ ബാഗ് ഒരുപാട് യൂസേജ് വരാറില്ല. ഞാൻ ഇരിക്കാറുണ്ട്, ഞാൻ ഈ വലിയ ബീൻ ബാഗിൽ ഇരിക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അങ്ങനെ അതിനകത്ത് ഇരിക്കാറുണ്ട്. മറ്റേത് കുറച്ച് ചെറുതാണ്, അത് എനിക്കൊന്ന് അത് XXL, മറ്റേ ജംബോയും ആണ്. ബ്ലൂവും ബ്ലാക്കും ജംബോയും, മറ്റേത് XXL ആണ്. അങ്ങനെ അതൊക്കെ ഒതുക്കി സോഫയൊക്കെ തട്ടിക്കുടഞ്ഞ് കുഷനൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് ഞാനും അവനും കൂടെ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് സാധനം മേടിച്ചുകൊണ്ട് കേട്ടോ വന്നേ. സാധനം മേടിച്ചുകൊണ്ട് വന്ന് എവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് മീൻസ് മറ്റേ ലേസ് പോലത്തെ എന്തോ ക്രൈസി ഫൺ മിക്സോ അങ്ങനെ എന്തോന്ന്. പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് കഴിച്ചോന്നെ ഞാൻ അവിടെ വെച്ചു. അവൻ കഴിച്ച് മുക്കാൽ ഭാഗം കഴിച്ചിട്ട് എൻ്റെ കൂടെ പറയാം എനിക്കിഷ്ടപ്പെട്ടില്ലടി എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയി. ഞാൻ അങ്ങനെ ടിന്നിൽ തട്ടാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന് തട്ടിയപ്പോഴത്തേക്ക് അവൻ കഴിച്ച പാക്കറ്റിലൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ചല്ലായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ടിന്നിലൊക്കെ തട്ടി വെച്ചതിന് ശേഷം ഞാൻ മേടിച്ചുകൊണ്ടുവന്ന സാധനം എല്ലാം കിച്ചണിൽ കൊണ്ടുവന്ന് അടുക്കി വെച്ചു. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേ വന്ന് ബുക്കൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുകയാണ്. കാരണം രാവിലെ പോകാനുള്ള ഒരു ഇതിൽ ബുക്കൊക്കെ ഫുൾ മെസ്സി ആയിട്ടാണ് ഇടാറ്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഫോൺ വിളിച്ച് നടക്കുന്നതാണ് സംഭവം. എനിക്കുണ്ട് ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഒരിടത്ത് ഇരുന്ന് വിളിക്കാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ നടക്കണം. അപ്പോൾ അവനും ഇത് കണക്ക് നടന്നാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ നടന്ന് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു. അപ്പോൾ ഫോൺ കോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് എൻ്റെ മണ്ടയ്ക്ക് കയറിയാണ്. ഇതിടയ്ക്കിടയ്ക്കുണ്ട് എന്നെ ഒന്ന് ഉപദ്രവിക്കണം, എൻ്റെ മണ്ടയ്ക്ക് കയറണം, അങ്ങനെയുണ്ട് സ്വഭാവം. കളിക്കാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം, അതായത് ഇന്ന് കഴിഞ്ഞ് പിറ്റേന്ന് ബർത്ത്ഡേ ആണ്. ഇന്നിപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഇന്ന് 12 മണിയാകുമ്പോഴത്തേക്കും അവൻ്റെ ബർത്ത്ഡേ ആവും. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവൻ വന്ന് കളിക്കെൻ്റെ കയ്യിൽ പിടിച്ചായിരുന്നു. ആ കൈ ഞാൻ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ തടവാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൈയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അറിയാതെ വന്ന് പിടിച്ചതാണ്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഞാൻ വഴക്ക് പറയുമായിരുന്നു, എനിക്ക് കൈ വേദന എടുത്ത് നീ എന്തെന്ന് പറഞ്ഞാൽ പിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കോൾ വന്ന് അവനിങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും, നിൽക്കാതെ കോൾ വന്നുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഇഷ്ടപ്പെട്ട ചില പാട്ടുകളായിരിക്കും റിംഗ് ടൂണായിട്ട് ഇട്ടേക്കുന്നത്. ആ പാട്ടൊക്കെ നമ്മൾ വെറുക്കും. ഈ പാട്ട് കേട്ട് അതങ്ങ് വെറുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് വന്ന് ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലിട്ടേക്കുന്ന സോഫയെ ഒന്ന് കുടഞ്ഞ് സെറ്റാക്കി ഇട്ടു. അവിടെ അയണിങ് ടേബിളിൽ കിടക്കുന്ന എൻ്റെ കോട്ടാണ്. ഇന്ന് കോട്ട് കൊണ്ടുപോകണമായിരുന്നു. അയണൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കോട്ട് എടുക്കാൻ മറന്നുപോയി. ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, സോഫയിൽ കൊണ്ടുവന്നിട്ടേക്കുമായിരുന്നു. പിന്നെ അതൊക്കെ മടക്കി വെച്ചു. പിറ്റേന്നൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയും കഴിഞ്ഞു. അപ്പോൾ അവന് ബ്രൗണിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോഴത്തേക്ക് ഞാനൊരു ബ്രൗണി കേക്ക് ഉണ്ടാക്കി. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് നമ്മളതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ രണ്ടുപേരും കഴിച്ചു. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും വളരെ മിനിമലിസ്റ്റിക്കായിട്ട് ബ്രൗണി കേക്കായിരുന്നു. അത് കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചു. എനിക്കിഷ്ടമുണ്ട് ഇവനെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അവന് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ്. അങ്ങനെ ഞാൻ കൂടുതൽ മധുരം വരുന്ന സാധനങ്ങളൊക്കെ അവൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടമില്ല മധുരം കഴിക്കുന്നത്, കാരണം പെട്ടെന്ന് ഷുഗർ വരും. അതുകൊണ്ട് എനിക്കങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റ് ഇല്ല എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാനൊരു ഗിഫ്റ്റ് ചെയ്യിച്ചു. അത് എനിക്കൊന്ന് ഇത് ഗിഫ്റ്റ് വേ എന്ന് പറയുന്നൊരു ഇൻസ്റ്റാ പേജിലാണ്ടോ ഞാൻ ചെയ്യിച്ചേ.
അങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് എടുത്തപ്പോഴത്തേക്കാണ് സന്തോഷമായി. അവൻ്റെ ചിരിയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഫ്രെയിമാണ് കേട്ടോ ചെയ്തത്. നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ടില്ലേ ഫ്രെയിം, ആ ഫ്രെയിമാണ് കേട്ടോ ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന ആ ഒരു ഫേസ് വരുന്ന രീതിയിൽ ഒക്കെ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് QR മറ്റേ സ്പോട്ടിഫൈ ആഡ് ചെയ്തിട്ടാട്ടോ ഫ്രെയിം ചെയ്യിച്ച്. നമ്മുടെ QR കോഡ് നമ്മുടെ ഫോണിൽ സ്പോട്ടിഫൈയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം കേട്ടോ പാട്ട് ഏതാണെന്ന് ആഡ് ചെയ്തേക്കുന്നത്. അവിടെ കുറച്ച് കൂടുതലുണ്ട്.